Good morning to all. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പേജ് നമ്പർ 71 കുറച്ച് പ്രോബ്ലങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം, എ റെക്ടാങ്കുലർ അയൺ ബ്ലോക്ക് ഹാസ് ലെങ്ത് 20 സെൻറ്റിമീറ്റേഴ്സ്. ഇവിടെ ഹൈറ്റ് എന്നാണ് തന്നിരിക്കുന്നത്, അത് ലെങ്ത് ആക്കുക. ലെങ്ത് 20 സെൻറ്റിമീറ്റേഴ്സ്, ബ്രെഡ്ത്ത് 10 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് 5 സെൻറ്റിമീറ്റേഴ്സ്. ഇറ്റ് ഈസ് മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ ക്യൂബ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദിസ് ക്യൂബ്? അതായത് 20 സെൻറ്റിമീറ്റർ ലെങ്തും 10 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 5 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു റെക്ടാങ്കുലർ അയൺ ബ്ലോക്ക് ഉരുക്കി വീണ്ടും അതിനെ ഒരു അയൺ ക്യൂബ് ആക്കി മാറ്റി. അങ്ങനെയെങ്കിൽ ആ അയൺ ക്യൂബിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്താണ്? അതായത് ഇത്രയേ ഉള്ളൂ, 20 സെൻറ്റിമീറ്ററിൽ 10, 5 ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റുള്ള ഒരു അയൺ ബ്ലോക്ക് ഉരുക്കിയിട്ട് പുതിയ ഒരു അയൺ ബ്ലോക്ക് ഉണ്ടാക്കി. ആ അയൺ ബ്ലോക്കിൻ്റെ പ്രത്യേകത പുതിയത് ഉണ്ടാക്കുന്ന ഒരു അയൺ ക്യൂബാണ്. ക്യൂബിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡും ഈക്വലാണ്. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെയുള്ള ഒരു ക്യൂബ് ഉണ്ടാക്കി. ഇത് നോക്കിക്കേ, ആദ്യം ഉണ്ടായിരുന്ന ആ അയൺ ബ്ലോക്കിൻ്റെ വോളിയവും ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന അയൺ ബ്ലോക്കിൻ്റെ വോളിയവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് രണ്ടും സെയിം ആയിരിക്കും. കാരണം ആദ്യം ഉണ്ടാക്കിയ അതേ അയൺ ബ്ലോക്കിനെ തന്നെ ഉരുക്കി വേറെ ഷേപ്പ് ആക്കിയെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വോളിയം മാറുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? രണ്ടാമത്തെ അയൺ ബ്ലോക്കിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഇപ്പോൾ വോളിയം അറിയാം, എല്ലാ സൈഡും ഈക്വൽ ആണെന്നറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ സൈഡിൻ്റെ ആ ക്യൂബിൻ്റെ ഒരു സൈഡും കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? വോളിയം ഓഫ് അയൺ ബ്ലോക്ക്, അതായത് ഉരുക്കുന്നതിന് മുമ്പുള്ള അയൺ ബ്ലോക്കിൻ്റെ വോളിയം. അപ്പോൾ എന്താണ്? ലെങ്ത് എത്രയാണ്? 20. LBH എന്നാണ് അത് നമ്മുടെ വോളിയത്തിൻ്റെ ഫോർമുല. ലെങ്ത് 20, ബ്രെഡ്ത്ത് 10, ഹൈറ്റ് 5. ഓക്കെ, എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 × 10 × 5 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് വോളിയം ഓഫ് അയൺ ബ്ലോക്ക് എഴുതി. ദെൻ അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് അയൺ ക്യൂബ് തന്നെയായിരിക്കും 1000 തന്നെയായിരിക്കും. അയൺ ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 സെൻറ്റിമീറ്റർ. 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ ഇനി ആലോചിച്ച് നോക്കുക, പുതിയ ക്യൂബിന്റെ വോളിയവും 1000 ആണ്. അങ്ങനെയെങ്കിൽ പുതിയ ക്യൂബിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ എത്രയാണ് അറിയത്തില്ല. ഇനി ആലോചിക്കുക, ഈ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണേ? 1000 എന്ന് കിട്ടണേ. ഈ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്ത് തന്നെ ആയിരിക്കണം? ഒരുപോലെ ആയിരിക്കണം. അപ്പൊ നോക്കിക്കേ, ഒരേ നമ്പർ തന്നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1000 എന്നൊരു ആൻസർ കിട്ടണമെങ്കിൽ എന്തായിരിക്കും ആ നമ്പർ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, 10 × 10 ചെയ്താൽ എന്ത് കിട്ടും ആൻസർ? 100 കിട്ടും. അതായത് 10നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100, അതായത് 1 കഴിഞ്ഞ് 2 0. ഈ 100നെ വീണ്ടും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ 1000 കിട്ടും. അതായത് 1 കഴിഞ്ഞിട്ട് 3 0. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഒരു നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു 0 എക്സ്ട്രാ ഇട്ട് കൊടുക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? 10 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ 0 ഇടുക. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഒരു സ്ഥാനം പോയിന്റ് ഡെസിമൽ നമ്പേഴ്സ് ആണ്, ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. ഇതുപോലത്തെ, അതായത് ഒരേ നമ്പറിൽ മൾട്ടിപ്ലൈ, അതായത് 10 × 10 × 10 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1000 നേടുന്നത്. ഞാൻ നോക്കുക, ലെങ്തും ബ്രെഡ്ത്തും 10 വീതം എടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? വോളിയം 1000 ആണ്. ഇവിടെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റ് എത്രയാണെന്ന് കിട്ടി? 10 സെൻറ്റിമീറ്റർ വീതം. അപ്പം എന്ത് കിട്ടി? വൺ സൈഡ് ഓഫ് ദി ക്യൂബ് ഈസ് ഈക്വൽ ടു വൺ സൈഡ് ഓഫ് ക്യൂബ് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലം, a tank 2.5 meter long and 1 meter wide is to contain 10,000 liters. How high must be the tank? അതായത് ഒരു ടാങ്കിന് 2.5 meter ലെങ്തും 1 meter ബ്രെഡ്ത്തും ഉണ്ട് എങ്കിൽ ആ ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊടുക്കുമെങ്കിൽ ആ ടാങ്കിന്റെ ഹൈറ്റ് എത്രയാണ്? അതായത് ഒരു ടാങ്കിന്റെ ലെങ്ത് ഈസ് ഈക്വൽ ടു 2/2 മീറ്റർ, ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 1 മീറ്റർ. കപ്പാസിറ്റി, ടാങ്കിന്റെ കപ്പാസിറ്റി തന്നിട്ടുണ്ട് 10,000 ലിറ്റർ. ഓക്കെ, ഇനി നമ്മൾ അറിയാവുന്ന ഒരു കാര്യമാണ് 10,000 ലിറ്റർ. ഇവിടെ രണ്ട് വിധത്തിലാണ്, മീറ്ററിലാണ് അളവുകൾ തന്നിരിക്കുന്നത്. അപ്പോൾ 10,000 ലിറ്റർ എന്നുള്ള അളവിൽ നമ്മൾ മീറ്ററിലുള്ള അളവിലോട്ട് മാറ്റണം. അതിനുവേണ്ടി നമുക്ക് ബേസിക് ആയിട്ട് അറിയാം, 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 ലിറ്റർ. അതുകൂടാതെ തന്നെ 1000 ക്യൂബിക് സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 ലിറ്റർ. ഈ രണ്ട് ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 ലിറ്റർ. അപ്പോൾ 10,000 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 മീറ്റർ ക്യൂബ് ആയിരിക്കും. ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ ടാങ്കിന്റെ ഹൈറ്റ് ആണ്. അപ്പോൾ ഈ കപ്പാസിറ്റർ ഫോർമുല എന്താണ്?
LBH. ഇതിനകത്ത് ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല കണ്ടുപിടിക്കുമല്ലോ, എന്ത് കിട്ടും? കപ്പാസിറ്റി ഡിവൈഡ് ബൈ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റി എത്രയാണ്? 10 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. 10 ഡിവൈഡ് ബൈ ലെങ്ത് എത്രയാണ്? 2.5 into 1 which is equal to 10 divided by 2.5 നെ നമ്മൾ എന്താക്കി? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി. 5/2 into 1. നോക്കിയേ 10 divided by 5/2 ആണ്. 5/2 എന്ന് പറഞ്ഞാൽ എന്തൊരു ഫ്രാക്ഷൻ? ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 20 divided by 5 which is equal to 4. അതായത് ഹൈറ്റ് എത്രയാണെന്ന് കിട്ടി? 4 മീറ്റർ. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ എന്ത് കിട്ടി? ഹൈറ്റ് ഓഫ് ദി ടാങ്ക് ഈസ് ഈക്വൽ ടു 4 മീറ്റർ. അത് പറയാം. ഒരു ടാങ്കിന്റെ ലെങ്ത് 2.5 മീറ്റർ, ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് 1 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ആ ടാങ്കിന്റെ കപ്പാസിറ്റി 10,000 ലിറ്റർ ആണെങ്കിൽ അതിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റിയെ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് മീറ്റർ ക്യൂബിലോട്ട് മാറ്റി. ഇപ്പോൾ 10,000 ലിറ്റർ എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ക്യൂബ്. കാരണം 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 ലിറ്റർ. ദെൻ എന്ത് കണ്ടുപിടിച്ചു? കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ഇൻടു ഹൈറ്റ്. അത് വെച്ചുകൊണ്ട് കപ്പാസിറ്റി എന്താ, ഹൈറ്റ് എന്താണെന്ന് എഴുതി? കപ്പാസിറ്റി ഡിവൈഡ് ബൈ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു 10, ലെങ്ത് ഈസ് ഈക്വൽ ടു 1/2, height 1 is breadth is equal to 1. Then 10 divided by 5/2 into 1 which is equal to 10 divided by 5/2 തന്നെ വരും. ഓക്കെ. then ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യുക? ആ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 10 into 2/5 is equal to 20 divided by 2 is equal to 4. അതായത് height is equal to 4 meter. Next problem. From the four corners of a square piece of paper of side 12 centimeters, small squares of side 1 centimeter are cut off. The edges of this are bent up and joined to form a container of height 1 centimeter. What is the capacity of the container? If squares of side 2 centimeters are cut off, what would be the capacity? ഇതാണ് 12 centimeter സൈഡുള്ള ഒരു സ്ക്വയർ പേപ്പറിന്റെ 4 മൂലയിൽ നിന്നും 4 കോർണറിൽ നിന്നും ഓരോ സെന്റിമീറ്റർ വീതം സൈഡുള്ള സ്ക്വയർ കട്ട് ചെയ്ത് മാറ്റും. അങ്ങനെയെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ആ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം മിച്ചമുള്ള ഭാഗം ഫോൾഡ് ചെയ്ത് ഒരു കണ്ടെയ്നർ ഉണ്ടാക്കി. അതായത് 12 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ പേപ്പറിന്റെ 4 മൂലയിൽ നിന്നും ഓരോ സെന്റിമീറ്റർ വീതം സൈഡുള്ള സ്ക്വയർ കട്ട് ചെയ്ത് മാറ്റി. അപ്പൊ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ എന്താവും? അതിന്റെ ഷേപ്പ് എന്താവും? ഇതുപോലെയായിട്ട് മാറും. ദെൻ ആ ഷേപ്പിന്റെ ഈ 4 കട്ട് ചെയ്ത ഭാഗങ്ങൾ മുകളിലോട്ട് മടക്കി വെച്ച് ഒരു കണ്ടെയ്നർ ഉണ്ടാക്കി. അപ്പൊ ഈ ഷേപ്പ് ഇതേപോലെ ഈ ഷേപ്പിൽ വരും. എന്ത് വരും? ഓരോ സെന്റിമീറ്റർ ചെയ്ത് ഓരോ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ മിച്ചത്തിലുള്ള 10 സെന്റിമീറ്റർ ആണ്. ഇനി ലെങ്ത് എന്ത് വരും? 10 സെന്റിമീറ്റർ. ബ്രെഡ്ത്ത് എന്ത് വരും? 10 സെന്റിമീറ്റർ. ഹൈറ്റോ ഈ 1 സെന്റിമീറ്റർ ഉള്ള ഭാഗമാണ് മുകളിലോട്ട് ഫോൾഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്തിന്റെ ലെങ്ത് എന്ത് വരും? മുകളിലോട്ടുള്ള ഹൈറ്റ് എന്ത് വരും? 1 സെന്റിമീറ്റർ. അപ്പൊ ഏകദേശം ഇതേ ഷേപ്പിൽ ഒരു കണ്ടെയ്നർ കിട്ടും. ദെൻ ഇങ്ങനെ കിട്ടുന്ന ഈ കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി എത്രയാണ്? അതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ദെൻ രണ്ടാമത്തെ പാർട്ടായിട്ട് 12 സെന്റിമീറ്ററിലുള്ള ആ സ്ക്വയർ പേപ്പറിന്റെ ഓരോ കോർണറിൽ നിന്നും 1 സെന്റിമീറ്ററിന് പകരം 2 സെന്റിമീറ്റർ വീതം കട്ട് ചെയ്ത് കളഞ്ഞാൽ അതിനുശേഷം ഇതുപോലെ ഒരു കണ്ടെയ്നർ ഉണ്ടാക്കിയാൽ ആ കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി എന്താണ്? അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കാം. 1 സെന്റിമീറ്റർ വീതമുള്ള സ്ക്വയർസ് ആണ് ആ 4 കോർണറിൽ നിന്ന് കട്ട് ചെയ്ത് കളയുന്നത് എങ്കിൽ അപ്പോൾ കിട്ടുന്ന കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? കപ്പാസിറ്റി ഓഫ് ദി ഫസ്റ്റ് കണ്ടെയ്നർ. ഓക്കെ. അതിനായിട്ട് ഫസ്റ്റ് എന്ത് വേണം? ആ കണ്ടെയ്നറിന്റെ ലെങ്ത് വേണം, ബ്രെഡ്ത്ത് വേണം, ഹൈറ്റ് വേണം. നോക്കാം. 1 സെന്റിമീറ്റർ കട്ട് ചെയ്ത് കളയുമ്പോൾ 2 എൻഡിൽ നിന്ന് 1 സെന്റിമീറ്റർ മിച്ചത്രയുള്ള 10 ഉള്ളു. അപ്പൊ ഇത് ഈ ഭാഗം മുകളിലോട്ട് മടക്കി വെച്ചാൽ എന്താവും? 10 സെന്റിമീറ്റർ വരും ലെങ്ത്. ഇനി വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് ഈ സൈഡ് മുകളിലോട്ട് മടക്കി വെക്കുമ്പോൾ ഒരു സൈഡ് മുകളിലോട്ട് ഇരിക്കില്ല, അത് എന്ത് തന്നെയായിരിക്കും? 10 തന്നെയായിരിക്കും. ദെൻ ഹൈറ്റ് ഓഫ് ഈ 1 സെന്റിമീറ്റർ ഉള്ള ഭാഗമാണ് മുകളിലോട്ട് പൊങ്ങിയിരിക്കണം. 1 സെന്റിമീറ്റർ ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങിയിരുന്ന എന്ത് സംഭവിക്കും? ഹൈറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ അതായത് 10 into 10 into 1 100 ക്യൂബിക് സെന്റിമീറ്റർ. ഓക്കെ. ഇനി capacity of the second container. Capacity കണ്ടുപിടിക്കാൻ എന്താണ്? ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ഇൻടു ഹൈറ്റ് which is equal to. ഇനി നോക്കുക. 1 സെന്റിമീറ്ററിന് പകരം 2 സെന്റിമീറ്റർ ആണ് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പൊ എന്ത് വരും? ടോട്ടൽ 12 ആണ്. 2 നിന്ന് 2 വീതം പോകുമ്പോൾ എന്ത് വരും? 2 പോയാൽ നടുക്ക് പിന്നെ എന്തേ മിച്ചം വരുള്ളൂ? 8 വരുള്ളൂ. അപ്പൊ എന്ത് കിട്ടും? ലെങ്ത് 8 കിട്ടും. ഇനി ഈ സൈഡിൽ നിന്ന് 2 കട്ട് ചെയ്ത് പോയി ഇങ്ങനെ വരും, ഇവിടെ നിന്ന് 2 പോയി, ടോട്ടൽ അത് വരും. അകത്തെ ലാസ്റ്റ് 8 വരുള്ളൂ. അപ്പൊ ബ്രെഡ്ത്ത് 8, ഹൈറ്റ് എന്ത് വരും?
2 സെന്റിമീറ്റർ ഉള്ള സൈഡാണ് മുകളിലോട്ട് പൊക്കി വെക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് ഇവിടെ 8 ഹൈറ്റ് എന്ത് തന്നെയാവും 2 വരും. അപ്പോൾ എന്ത് വരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 128 ക്യൂബിക് സെന്റിമീറ്റർ. അപ്പോൾ എന്ത് കിട്ടി കപ്പാസിറ്റി 128 ക്യൂബിക് സെന്റിമീറ്റർ. ഇവിടെ പറയാം 12 സെന്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ പേപ്പറിന്റെ 4 കോർണറിൽ നിന്ന് 1 സെന്റിമീറ്റർ വീതമുള്ള സ്ക്വയർ കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ മിച്ചമുള്ള നോക്കുക. ഈ എൻഡ് എത്ര വരും? ഇവിടെ 1 പോയാൽ ബാക്കി എത്രയേ ഉള്ളൂ? 10. ഇവിടെ അതുപോലെ 1 പോയാൽ ബാക്കി 10 ഉള്ളൂ. അതുപോലെ എല്ലാ സൈഡിലും അതുപോലെ 10 വീതം വരും. ദെൻ ഇവിടെ ഈ ഡോട്ട് ഇട്ട ഭാഗം വെച്ച് മുകളിലോട്ട് മടക്കി വെച്ചു. മടക്കി വെക്കുമ്പോൾ എന്ത് ഇതുപോലത്തെ ഒരു ഷേപ്പ് വരും. അപ്പോൾ ലെങ്ത് ബ്രെഡ്ത്തും താഴെ വരുന്നത് എന്താ അറിയാം? ബേസ് ഭാഗം 10 സെന്റിമീറ്റർ ഇവിടെ സൈഡിലുള്ള ഒരു സ്ക്വയർ ആയിരിക്കും ബേസ് വരുന്നത്. ദെൻ മുകളിലോട്ട് മടക്കി വെക്കുന്നത് എന്താണ്? ഈ 1 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഭാഗം. അപ്പോൾ അത് മുകളിലോട്ട് മടങ്ങിയിരിക്കുമ്പോൾ എന്ത് വരും? 1 സെന്റിമീറ്റർ ഹൈറ്റ് വരും. അതായത് ലെങ്ത് ബ്രെഡ്ത്തും 10ഉം ഹൈറ്റ് 1 ഉള്ള ഒരു കണ്ടെയ്നർ കിട്ടും. ആ കണ്ടെയ്നറിന്റെ കപ്പാസിറ്റിയോടൊക്കെ എന്ത് ചെയ്യുക? ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്തോ എന്ത് കണ്ടെയ്നറോടൊക്കെ 100 ക്യൂബിക് സെന്റിമീറ്റർ. ഇനി ഇതിന് പകരം 12 സെന്റിമീറ്റർ തന്നെയുള്ള സ്ക്വയർ ആ പേപ്പറിന്റെ 4 പോയിന്റ് 2 സെന്റിമീറ്റർ വീതമുള്ള സൈഡാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ എന്തൊരു 1ന്റെ സ്ഥാനത്ത് 2 വരും, ഇവിടെയും 2 വരും. ടോട്ടൽ 4 സെന്റിമീറ്റർ തന്നെ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മിച്ചവിടെ നടുക്കന്തേ വരുള്ളൂ 8 വരും. അതുപോലെ ഈ സൈഡിൽ 8 വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? എല്ലാ സൈഡിലും അതുപോലെ 8 സെന്റിമീറ്റർ വീതം സൈഡ് വരുള്ളൂ. അപ്പോൾ ഈ ഡോട്ട് ഇട്ട ഭാഗം വെച്ച് അതുപോലെ മടക്കി വെച്ചാൽ എന്ത് സംഭവിക്കും? ഹൈറ്റ് 2 ഉള്ള സൈഡ് 8 ഉള്ള ഒരു കണ്ടെയ്നർ കിട്ടും. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും 8ഉം ഹൈറ്റ് 2 ഉള്ള കണ്ടെയ്നറാണ് കിട്ടുന്നത്. ആ കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി എന്തായിരിക്കും? 8 ഉം 2 കൂടെ ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കും. അത് എത്രയായിരിക്കും? 128 ക്യൂബിക് സെന്റിമീറ്റർ. അപ്പോൾ എന്താ ഈ 3 പ്രോബ്ലം ഒന്ന് ശരിക്കും നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.